വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും കൂടി ഖബറാളികളുടെ അരികിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ രണ്ട് ഖബറുകൾ ചൂണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈ രണ്ട് ഖബറിലുള്ളവരും ശിക്ഷിക്കപ്പെടുകയാണെന്ന്. സഹാബാക്കൾ ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, എന്തിനാണ് അവർ ശിക്ഷിക്കപ്പെടുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇതിൽ ഒരാൾ ഐശ്വര്യക്കാരനും മറ്റൊരാൾ മൂത്രശുദ്ധി വരുത്താത്തയാളുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കമ്പ് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അവരുടെ ശിക്ഷ ലഘൂകരിക്കാൻ വേണ്ടിയായിരുന്നു അത്. ആ പച്ചക്കമ്പ് രണ്ട് കഷ്ണമായി മുറിച്ച് കബറിടത്തിൽ കുത്തിവെച്ചു. ആ പച്ചക്കമ്പുകൾ പച്ചയായി നിൽക്കുന്ന കാലത്തോളം അവർക്ക് തസ്ബീഹ് ചൊല്ലി അവരുടെ ശിക്ഷ ലഘൂകരിക്കാൻ കാരണമായി തീരും. ശുദ്ധിയുടെ പ്രാധാന്യം എടുത്തു കാട്ടാനാണ് ഞാനിത് പറഞ്ഞത്. പാശ്ചാത്തപിക്കുന്നവരെയും ശുദ്ധിയുള്ളവരെയും അള്ളാഹു നന്നായി ഇഷ്ടപ്പെടുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അക്കാരണത്താൽ ശുദ്ധിയില്ലാത്തവരെ ഞാൻ ഏറ്റെടുക്കില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. ദന്തശുദ്ധി കാരണത്തിൽ വലിയ പ്രാധാന്യം നൽകിയ മതമാണ് ഇസ്ലാം. ഈ സന്ദേശം എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കണം. മാലിന്യമുക്തമായ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.